കക്കൂസ് മാലിന്യമാണ് ഈ തോട്ടിലൂടെ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇന്നലെയൊക്കെ വരികയാണെങ്കിൽ ഇതിനെ തന്നെ നിങ്ങൾക്കൊന്നും വാസനിച്ചിട്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഏറ്റവും അടിത്തടി കിടക്കുന്ന കക്കൂസ് മാലിന്യമാണ് ഈ തോട്ടിൽ കൊടുന്ന് അടിച്ചിട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കിണർന്ന് തന്നെ ഞങ്ങൾക്ക് വെള്ളം എടുത്തിട്ടൊന്ന് സ്മെല്ല് ചെയ്താൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഈ. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നഗരത്തിലൂടെ അങ്ങാടിപ്പുറത്തേക്ക് ഒഴുകുന്ന ചെറുപുഴയിൽ സാമൂഹ്യവിരുദ്ധർ തുടർച്ചയായി കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ തള്ളുന്നതായി പരാതി. പള്ളികളും ക്ഷേത്രങ്ങളും ഉൾപ്പെടെ നിരവധി ആരാധനാലയങ്ങൾ ഈ ചെറുപുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിലൂടെയാണ് ഈ കക്കൂസ് മാലിന്യവും ഒഴുക്കിവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കറുത്ത നിറത്തിൽ ദുർഗന്ധത്തോടെയാണ് ചെറുപുഴയിലൂടെ വെള്ളമൊഴുകിയത്. മീനുകളും ചത്തൊടുങ്ങിയിരുന്നു. അങ്ങാടിപ്പുറം ചാത്തോലിക്കുണ്ട് ഭാഗത്തെ പ്രദേശവാസികളാണ് വിഷയത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രദേശത്തെ കിണറുകളിലെ വെള്ളം അടക്കം ഉപയോഗശൂന്യമായെന്ന് നാട്ടുകാർ പറയുന്നു. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 4 ദിവസം മുമ്പാണ് പെരിന്തൽമണ്ണ നഗരത്തിലൂടെ ഒഴുകി അങ്ങാടിപ്പുറത്തുകൂടെ കടന്നുപോകുന്ന ചെറുപുഴയിലെ ചാത്തോലിക്കുണ്ട് ഏഴുകണ്ണിപ്പാലം ഭാഗത്ത് ദുർഗന്ധത്തോടെയുള്ള കറുത്ത വെള്ളമൊഴുകുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മീനുകളും ചത്തുപൊങ്ങിയിരുന്നു. ചെറുപുഴയിലൂടെ രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടതാണെന്നാണ് പ്രദേശവാസികൾ സംശയിക്കുന്നത്. കടുത്ത ദുർഗന്ധത്തോടെ കറുത്ത നിറത്തിൽ പതഞ്ഞൊഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആരോഗ്യവകുപ്പിനെയും വിവരമറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മഴ പെയ്തതോടെ ഏറെക്കുറെ വെള്ളം കുത്തിയൊലിച്ചു പോയെങ്കിലും ഇപ്പോഴും ദുർഗന്ധം പരിസരത്താകെ വ്യാപിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ നഗരത്തിലെ പല കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ചെറുപുഴയിലേക്ക് കക്കൂസ് മാലിന്യങ്ങളും മറ്റും ഒഴുക്കിവിടുന്നുണ്ടെന്നും വിഷയത്തിൽ അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നും. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. വാർഡ് മെമ്പർ ഷിഹാബ പറഞ്ഞു. കണ്ടാലടക്കം അറപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട്. ഇതിന് മുൻകാലങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ നാട്ടുകാരൊക്കെ കൂടി പരാതിപ്പെട്ടിട്ട് പല രീതിയിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നിന്നിരുന്നു. ഇപ്പോൾ വളരെ അതിലേറെ മോശമായിട്ട് കക്കൂസ് മാലിന്യമാണ് ഈ തോട്ടിലൂടെ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഞങ്ങളൊക്കെ ഒരു സമയത്ത് ഇതിൽ തോട്ടിൽ ചാടി കുളിച്ചിരുന്ന ആളുകളാണ് ഈ പ്രദേശവാസികൾ അടക്കമുള്ള ആളുകളുടെ കൂടെ നിൽക്കുന്ന ഈ പ്രദേശവാസികളായ ആളുകൾ. ഇതിൽ മുൻകാലങ്ങളിലൊക്കെ ഈ തോട്ടിലാണ് കുളിച്ചിരുന്നത്. ഇന്ന് കുളിക്കാൻ പോയിട്ട് നമുക്ക് തോടൊന്ന് ക്രോസ് ചെയ്ത് കടക്കാൻ പോലും നമുക്ക് അത്രയ്ക്ക് അറപ്പുളവാക്കുന്ന രീതിയിലുള്ള മാലിന്യമാണ് ഈ തോട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലൂടെ വരുന്ന ഒരു തോടാണ്. അപ്പോൾ അവിടെ ഒരുപാട് ബിൽഡിങ്ങുകളും അതുപോലെ മറ്റു ഹോട്ടലുകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഏതോ ഒരു സാമൂഹികമായ വിരുദ്ധർ ഏതോ രീതിയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാണ് ഇതിൻ്റെ ഞങ്ങൾ നാട്ടിലുള്ള ആളുകൾ ഇവിടുത്തെ പൊതുജനങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലായത്. അതുപോലെ രാത്രി കാലങ്ങളിൽ 3 മണി സമയത്തൊക്കെ വലിയ കണ്ടെയ്നറിൽ കൊടുന്നിട്ട് വാഷ് ചെയ്ത് ഏറ്റവും അടിത്തടി കിടക്കുന്ന കക്കൂസ് മാലിന്യമാണ് ഈ തോട്ടിൽ കൊടുന്ന് അടിച്ചിട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചെറുപുഴയ്ക്ക് സമീപം തിരുമാന്താംകുന്ന് ക്ഷേത്രം ഉൾപ്പെടെ അമ്പലങ്ങളും പള്ളികളുമായി നിരവധി ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. പല ചടങ്ങുകൾക്കും അംഗശുദ്ധി വരുത്താനും വിശ്വാസികൾ ആശ്രയിക്കുന്ന ചെറുപുഴയിലൂടെയാണ് ഈ കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടതെന്നത് ആശങ്കയേറ്റുകയാണ്. പ്രദേശത്തെ കിണറുകളിലും മാലിന്യത്തിന്റെ സാന്നിധ്യം തോന്നുന്നതായി നാട്ടുകാർ പറയുന്നു. അടുത്തുള്ള കിണറുകളെന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുത്തെ കിണർന്ന് തന്നെ ഞങ്ങൾക്ക് വെള്ളം എടുത്തിട്ടൊന്ന് സ്മെല്ല് ചെയ്താൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഈ സൈഡിലുള്ള വെള്ളങ്ങൾ, ഈ വീട്ടുകളിലുള്ള കുടിവെള്ളത്തിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വലിയ ഞങ്ങളുടെ നാട്ടിലേക്ക് ആവശ്യമായ കുടിവെള്ള പദ്ധതി ഉണ്ട് ഇവിടെ. അതാണ് ഏറെക്കുറെ ആൾക്കാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ റെയിൽവേൻ്റെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്. ഇവിടെ വലിയൊരു കിണറുണ്ട്. അതിലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. ഇതിപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വന്നുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇത് ഇന്നലെ ഉച്ചവരെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കറുത്ത കളറിലാണ് ഇവിടെ കെട്ടി നിൽക്കുന്നത്. ഏഴുകണ്ണിപ്പാലത്തിനു സമീപം 2ഓളം കുടിവെള്ള പദ്ധതികളുണ്ട്. ഒന്ന് റെയിൽവേയുടെ കുടിവെള്ള പദ്ധതിയും മറ്റൊന്ന് MLA കുടിവെള്ള പദ്ധതിയും. ഈ ജലസ്രോതസ്സുകളും മലിനമാകുമെന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. നമ്മളെ ഈ പരിസരങ്ങളിലുള്ള കിണറിലൊക്കെ ഇതിൻ്റെ ഒരു കറുത്ത വെള്ളം, അതുമാതിരി തന്നെ അതിലൊരു തരിതരിയായ മിസ്സിങ് എല്ലാം അനുഭവപ്പെടുന്നുണ്ട്. അതുമാതിരി തന്നെ ഇതിലിപ്പോൾ നാൽക്കാലികളെ വരെ കുളിപ്പിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഇത് തോടൊന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ചൊറിച്ചിലും മാന്തലും ഇതെല്ലാം ഞങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്.
ദുർഗന്ധം വമിച്ചും ജലാശയങ്ങൾ മലിനപ്പെട്ടും തീർത്തും രോഗാതുരമായ അന്തരീക്ഷമാണിപ്പോൾ ചെറുപുഴയ്ക്ക് സമീപം. ഇതാദ്യമായല്ല ഇത്തരത്തിൽ ചെറുപുഴയിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വിഷയത്തിൽ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.